ഹലോ, അപ്പോൾ എല്ലാവർക്കും കിൽവി ചാനലിൻ്റെ പാചകപ്പുരയിലേക്ക് വീണ്ടും സ്വാഗതം. അപ്പോൾ നമ്മളിന്ന് കപ്പ കൊണ്ട് പാൽക്കപ്പ ഉണ്ടാക്കാനായിട്ട് പോവുകയാണ്. പാൽക്കപ്പ എന്ന് പറയുന്നത് തേങ്ങാപ്പാലൊക്കെ ചേർത്തിട്ട് ഉണ്ടാക്കുന്നതാണ്. അപ്പോൾ നല്ലൊരു അടിപൊളി ടേസ്റ്റിലാണ് സംഭവം കിട്ടുന്നത്. എപ്പോഴും നാവിൽ രുചിയൂറുന്ന രീതിയിൽ നമുക്കിത് ചെയ്തെടുക്കാനായിട്ട് പറ്റും. അപ്പോൾ അതിനായിട്ട് ഇവിടെ നമ്മൾ 1 കിലോ കപ്പയാണ് എടുത്തിരിക്കുന്നത്. 1 കിലോ കപ്പ ഇതേ കണക്ക് ഒരു മീഡിയം സൈസിൽ കട്ട് ചെയ്ത് റെഡിയാക്കി ക്ലീൻ ചെയ്ത് വെച്ചിട്ടുണ്ട്. എന്നിട്ട് ഇതിനെ അടുപ്പത്ത് വെച്ചിട്ട് അത് ഒന്ന് മൂടി നിൽക്കുന്ന വിധത്തിൽ വെച്ചിട്ട് നമുക്ക് ഇതിനെ ഒന്ന് വേവിച്ചെടുക്കണം ആദ്യം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് അടുപ്പത്ത് വെച്ചിട്ട് ആ വെള്ളം ഒഴിച്ച് തിളപ്പിക്കാനായിട്ട് പോവുകയാണ്. ഇതിപ്പോൾ തിളച്ച് കഴിഞ്ഞിട്ടുണ്ട്. ഇപ്പോൾ തിളച്ച് കഴിഞ്ഞ് ഇതിൻ്റെ വേവ് എന്ന് പറയുന്നത് നമ്മളൊരു സാധാരണ വേവിക്കുന്നതിനേക്കാളും ഒരിത്തിരിയും കൂടെ കണക്കിന് വേവിച്ചെടുക്കുക. അതിന് എന്നിട്ട് ഈ കപ്പയ്ക്ക് വേണ്ട ഒരല്പം ഉപ്പ് ഇട്ട് കൊടുക്കുക ഈ വേവിക്കുന്ന സമയത്ത് തന്നെ. അപ്പോൾ ബാക്കി ഉപ്പ് നമുക്ക് ബാക്കി ഇൻഗ്രീഡിയൻസ് ചേർക്കുമ്പോഴേക്കും കൊടുക്കാനായിട്ട് പറ്റും. അപ്പോൾ എന്നിട്ട് ഇത് വെന്ത് കഴിയുമ്പോഴേക്കും ഇതേ കണക്കായിരിക്കും വേവെന്ന് പറയുന്നത്. അപ്പോൾ ഇതിനെ ഒന്ന് നല്ലപോലെ വെള്ളം ഒന്ന് തോർത്തി എടുക്കുക. അപ്പോൾ എന്നിട്ട് ഇതിനെ ഈ കപ്പയെ നമുക്ക് ഒരു പാൻ അടുപ്പത്ത് വെച്ചിട്ട് അതിലേക്ക് ഇട്ട് കൊടുക്കും. എന്നിട്ട് നമ്മൾ തേങ്ങാപ്പാലെന്ന് പറയുന്നത് ഒരു മീഡിയം സൈസ് തേങ്ങ എടുത്തിട്ടുണ്ട്. അതിനെ ചിരകി മിക്സിയിലിട്ട് അടിച്ചിട്ടാണ് അതിനെ തേങ്ങാപ്പാലായിട്ട് വറ്റിച്ചെടുത്ത് മീൻസ് അരിപ്പയിലിട്ട് അരിച്ച് എടുത്തിട്ടുള്ളത്. അപ്പോൾ അതൊന്ന് മിക്സ് ചെയ്ത് വയ്ക്കുക. അപ്പോൾ അതിൻ്റെ കൂടെ വേണ്ട ഇൻഗ്രീഡിയൻസ് എന്ന് പറയുന്നത് ഒരു 10-12 കാന്താരി മുളക് ചതച്ച് വെച്ചിട്ടുണ്ട്, കുറച്ച് ഇഞ്ചി ചതച്ച് വെച്ചിട്ടുണ്ട്, പിന്നെ വട്ടത്തിലരിഞ്ഞ കുറച്ച് ഉള്ളി, പിന്നെ വറ്റൽമുളക്. ഇത് നമുക്ക് കടുതാളിക്കാനാണ്. അപ്പോൾ നമുക്ക് അതിനകത്ത് ചേർക്കേണ്ടത് കാന്താരി മുളകാണ്. കാന്താരി മുളക് ഇല്ല എങ്കിൽ പച്ചമുളക് ചേർത്താൽ മതിയാവും. അതിനകത്ത് വേറെ വിഷയമൊന്നുമില്ല. അപ്പോൾ എന്നിട്ട് ഇത് അടുപ്പത്ത് കത്തിക്കുന്നതിന് മുമ്പ്, സ്റ്റൗ ഓൺ ചെയ്യുന്നതിന് മുമ്പായിട്ട് ഇതിൻ്റെ ഈ വലിയ പീസ് കിടപ്പുണ്ടെങ്കിൽ ഒന്ന് ചെറുതായിട്ടൊന്ന് ഉടച്ചു കൊടുക്കുക. ഈ തേങ്ങാപ്പാൽ എല്ലാം ആദ്യം ഒഴിക്കേണ്ട, ഇത്തിരി കൂടുതൽ 2-3 തവണ വേണം. ഇത് കുറച്ച് കുറുകി വരും. ഇപ്പോൾ സ്റ്റൗ കത്തിച്ചിട്ടുണ്ട്. അപ്പോൾ ഒന്ന് തിളച്ച് തുടങ്ങുമ്പോഴേക്ക് നമ്മൾ ചതച്ച് വെച്ചിരിക്കുന്ന കാന്താരി മുളകും പിന്നെ ഇഞ്ചിയും ഇതിനേക്ക് ഒന്ന് ചേർത്ത് കൊടുക്കുക. ഒരിച്ചിരി കറിവേപ്പിലയും കൂടെ ഇതിനകത്ത് തന്നെ ചേർത്ത് കൊടുക്കുക. ഒരുപാടങ്ങ് വെട്ടി തിളക്കിയൊന്നും വേണ്ട, ഒരു പരുവത്തിന് അങ്ങനെ തിളച്ച് വരട്ടെ. ഇടയ്ക്ക് ഉപ്പ് നോക്കിയിട്ട് ഒന്ന് ഇട്ട് കൊടുക്കുക. ഇത് ഇഞ്ചിയും മുളകും ഒക്കെ കൂടെ ഇതിനെ ചതച്ചത് തന്നെയായിരുന്നു. അതാണ് ഇതിൻ്റെ ടേസ്റ്റ് എന്ന് പറയുന്നത്. കഴിക്കുമ്പോഴേക്കും ഒരു സൂപ്പർ ടേസ്റ്റായത് പാൽക്കപ്പ എന്ന് പറയുന്നത്. അപ്പോൾ ഒന്ന് കുറുകി വരുന്നിട്ടുണ്ട്. അപ്പോൾ അടുത്ത തേങ്ങാപ്പാൽ ബാക്കിയിരിക്കും. ഈ തേങ്ങാപ്പാൽ സാധാരണ നമ്മൾ എടുക്കുന്ന കണക്ക് 1/4 പാൽ 2 പാൽ അങ്ങനെ എടുക്കേണ്ട ആവശ്യമില്ല. ഒറ്റപ്പാൽ മതിയാവും. അതിന് ഇച്ചിരി വെള്ളം കൂട്ടിയെടുത്താൽ മതി. അപ്പോൾ ഇത് കണക്ക് നമുക്ക് നല്ല ലൂസാണെന്ന് തോന്നും വയ്ക്കുമ്പോഴേക്കും, പക്ഷേ അത് ഒന്ന് തണുത്ത് തുടങ്ങുമ്പോഴേക്കും കുറുകി വരും. അതുകൊണ്ട് തേങ്ങാപ്പാൽ ഇച്ചിരി വെള്ളം കൂട്ടിയെടുക്കുക. ഇതിപ്പോൾ ഏകദേശം ആയിട്ടുണ്ട്. ഒരു കാര്യം പ്രത്യേകം ശ്രദ്ധിക്കേണ്ട, അവസാനമായിട്ട് തേങ്ങാപ്പാൽ ഒഴിക്കുമ്പോഴേക്കും അത് പിന്നെ വലുതായിട്ടൊന്ന് തിളയ്ക്കാൻ പോകണ്ട. തിളച്ച് തുടങ്ങുമ്പോഴേക്കും സ്റ്റൗ അങ്ങ് ഓഫ് ചെയ്യുക. അതാണ് എൻ്റെ പരുവം എന്ന് പറയുന്നത്. എന്നിട്ട് ഒരു തരി ഉപ്പും കൂടെ പഞ്ചസാര ഇടുന്നുണ്ട്. അതെന്ന് വെച്ചാൽ നമുക്ക് ഇതെല്ലാം കൂടെ എന്തെങ്കിലും ഇൻഗ്രീഡിയൻസ് അങ്ങോട്ടും ഇങ്ങോട്ടും വ്യത്യാസം ഉണ്ടെങ്കിൽ അതിനെ ടാലിയാക്കുന്ന ഒരു സാധനമാണ്. അതുകൊണ്ട് ഒരു തരി പഞ്ചസാര. ഇനിയാണ് നമുക്ക് പ്രധാനമായിട്ടുള്ള ഒരു എണ്ണ കടുവൊട്ടിച്ചിടാൻ പോകുന്നത്. ഇത് പൊട്ടിക്കുമ്പോഴാണ് ഇതിനകത്തൊരു ടേസ്റ്റ് വരുന്നത്. അപ്പോൾ അതിനകത്ത് നമുക്ക് കുറച്ച് വെളിച്ചെണ്ണ ചൂടാക്കിയെടുക്കാം. വെളിച്ചെണ്ണ ചൂടാക്കിയിട്ട് കടുക് പൊട്ടിക്കുകയാണ്. വെളിച്ചെണ്ണയിൽ വയ്ക്കുന്നതാണ് ടേസ്റ്റ്. എന്നിട്ട് നമ്മൾ നേരത്തെ അരിഞ്ഞ് വെച്ചിരുന്ന ചെറിയ ഉള്ളിയില്ലേ, വട്ടത്തിൽ അരിഞ്ഞ് വെച്ചിരുന്ന അത് ചെറിയ ഉള്ളി കുറച്ച് കൂടുതലായിക്കോട്ടെ കേട്ടോ, കുഴപ്പമില്ല. ഇതിനകത്ത് കിടക്കുമ്പോഴാണ് കറുത്ത് പോകണ്ട. അതിനൊന്ന് ജസ്റ്റ് ഒന്ന് ബ്രൗണിഷായി വരുമ്പോഴേക്കും, കളർ മാറി വരുമ്പോഴേക്കും നമുക്കതിനെ എടുക്കുക. അതിൻ്റെ കൂടെ നമുക്ക് ഈ വറ്റൽമുളക് കൂടെ ചേർക്കാനുണ്ട്. നേരത്തെ നമ്മൾ 3-4 വട്ടമൊക്കെ മുറിച്ച് വെച്ചിരിക്കുന്ന വറ്റൽമുളക് ചേർത്ത് കൊടുക്കുകയാണ്. വറ്റൽമുളക് ഏകദേശം ഒരു 4 ഉണ്ട്. ഇനി നമുക്ക് കറിവേപ്പിലയും കൂടെ ഇട്ട് കഴിയുമ്പോഴേക്കും കടുതാളിക്കാനുള്ള ആയി. എന്നിട്ട് നമ്മൾ അവിടെ തിളച്ച് തുടങ്ങുമ്പോൾ തന്നെ സ്റ്റൗ അങ്ങ് ഓഫ് ചെയ്ത് വയ്ക്കണമെന്ന് പറഞ്ഞായിരുന്നല്ലോ. അപ്പോൾ അതിൻ്റെ കൂടെ അതിൻ്റെ പുറത്തായിട്ട് ഇതിനെ എടുത്ത് അങ്ങ് ഒഴിച്ച് കൊടുക്കുക. എന്നിട്ട് ജസ്റ്റ് ഒന്ന് മിക്സ് ചെയ്തെടുക്കുമ്പോഴേക്കും ഒരു സൂപ്പർ ടേസ്റ്റ് വരും ഇതിനകത്ത്. ഇത് നമ്മൾ ഒരിക്കൽ ഉണ്ടാക്കി വെച്ചിട്ട് പിന്നെ നമുക്ക്
പിന്നീടാണ് കഴിക്കുന്നതെങ്കിൽ ഇപ്പോൾ കുറച്ച് കട്ടിയാവും. അപ്പോഴേക്ക് വേണമെങ്കിൽ ജസ്റ്റ് ഒരല്പം ഒന്ന് ചൂടാക്കി കൊടുത്താൽ മതി, ഒരു ലൂസ് സ്വഭാവം വരും. അല്ലെങ്കിൽ വേണമെങ്കിൽ തേങ്ങാപ്പാൽ വീണ്ടും ചേർത്ത് ഒന്ന് ചൂടാക്കി എടുക്കാം. കടുവട്ടിക്കാനായിട്ട് വെളിച്ചെണ്ണ തന്നെ ഉപയോഗിക്കുന്നതായിരിക്കും നല്ലത്. അതാണ് അതിൻ്റെ ഒരു ടേസ്റ്റ് എന്ന് പറയുന്നത്. ഇതാണ് ഇപ്പോൾ നമ്മൾ ആ പാൽക്കപ്പയിൽ നമ്മൾ സ്റ്റവ് ഓഫ് ചെയ്തിരിക്കുകയാണ്. എന്നിട്ട് അതിൻ്റെ പുറത്തേക്ക് ഈ എണ്ണയും ഈ കടുവട്ടിച്ചും എല്ലാം കൂടെ അങ്ങോട്ട് ഇട്ട് കൊടുക്കുക. ഇതെല്ലാം കൂടെ ചേർന്ന് വരുമ്പോൾ ഉണ്ടല്ലോ ശരിക്കും അത് കഴിച്ചാൽ അതിൻ്റെ ഒരു ടേസ്റ്റ് അറിയാൻ പറ്റത്തുള്ളൂ. ഇങ്ങനെ ഒന്ന് ചെറുതായിട്ടൊന്ന് ഇളക്കി എല്ലാ ഭാഗത്തും എത്തുന്ന വിധത്തിലൊന്ന് ആക്കി കൊടുക്കുക. ഇപ്പം ഈ കാണുന്നതല്ല, കുറച്ച് കഴിയുമ്പോഴേക്കും ഇത് കുറച്ചും കൂടെ ഇത് കട്ടിയാകും. എന്നിട്ട് ആ സമയത്താണ് കോരിക്ക ഇടല്ലേ. അങ്ങനെ നമുക്ക് നല്ലൊരു പാൽക്കപ്പ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്യാനത് ശ്രമിക്കുക. ഇതണ്ട, ഇത് ശരിക്കും കപ്പയുടെ ഒരു വെറൈറ്റി ഐറ്റം പിടിക്കാൻ പറ്റും ഇത് ചെയ്താൽ. ഇതിൻ്റെ കൂടെ നമുക്ക് ജസ്റ്റ് ഇതിൻ്റെ കൂടെ നമുക്ക് നോൺ വെജ് ഒന്നും ഇല്ലാതെ കഴിക്കാനാണ് ശരിക്കും ടേസ്റ്റ്. പക്ഷെ പലരും ഇതിനകത്ത് നോൺ വെജൊക്കെ വെച്ച് ചിക്കനും മട്ടനും ഒക്കെ ചേർത്ത് കഴിക്കുന്നുണ്ട്. ചിലർ മീനിൻ്റെ ഒപ്പം ഇതിനകത്ത് കഴിക്കുന്നുണ്ട്. പിന്നെ ഇച്ചിരി അച്ചാറൊക്കെ വെച്ച് ഇതങ്ങ് കഴിച്ച് കഴിഞ്ഞാൽ നല്ല ടേസ്റ്റാണ് സാധനം. നോൺ വെജിൻ്റെ കൂടെയോ വെജായിട്ടോ എന്ത് വേണോ ഉപയോഗിക്കാം. അപ്പോൾ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കാം. ബെൽ ബട്ടൺ കൂടെ ഒന്ന് അമർത്തുക. താങ്ക് യു.